ഇനി പെർഫോമൻസ് റൗണ്ടാണ് ബാക്കിയുള്ളത്. കോഴിക്കോട് നിന്നും വന്ന ഷാൻറൂപ് പെർഫോമൻസിനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഷാൻറൂപ് റെഡി? ഷാൻറൂപ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരണമെന്ന് ആഗ്രഹം തോന്നിയത് എന്തുകൊണ്ടാണ്? ചെറുതിലെ ഇത്തരം പ്രവർത്തനങ്ങളോട് താല്പര്യമുള്ളത് കൊണ്ടാണോ? സാമൂഹ്യ സേവനം ഇഷ്ടമുള്ളൊരു വിഷയമാണ്. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ NSSൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് നല്ലൊരു യുവത്വം ഉണ്ട്. പക്ഷേ അതിനെ വേണ്ട രീതിയിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ നമുക്ക് സമൂഹത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നാണ് ജയ്ഹിന്ദ് ഇവിടെ യുവതാരത്തിലൂടെ ട്രൈ ചെയ്യുന്നത്. ഇത്തരം നമ്മൾ സെലക്ട് ചെയ്ത ഒരു 18 മത്സരാർത്ഥികൾ എന്നതിലുപരി ഇവരിൽ നിന്ന് സമൂഹത്തിലേക്ക് ഒരു സന്ദേശം പോവുകയാണ്. ഒരുപാട് യുവത്വങ്ങൾക്ക് ഇതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് പല കോളേജുകളിലും പല സ്ഥാപനങ്ങളിലും അവർ തയ്യാറെടുത്തുകൊണ്ട് പല പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം പതിയെ 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 വൃത്തിയാവാനും ഒരുപാട് മിഷൻ കൈവരാനും സാധിക്കും. അപ്പോൾ പ്രൊഫൈലിലേക്ക് പോവാം. തീർച്ചയായിട്ടും പ്രൊഫൈൽ കാണാം. ഷാൻറൂപ് പേരിലെ വൈവിധ്യം പോലെയാണ് കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി ഷാൻറൂപിന്റെ സാമൂഹ്യ വീക്ഷണങ്ങൾ. അതെ, ഞാൻ ഷാൻറൂപ്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയാണ് എൻ്റെ സ്വദേശം. ഞാൻ ഗവൺമെന്റ് കോളേജ് കോടഞ്ചേരി അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. യുവത്വം ആഘോഷമാക്കുന്ന പാട്ടും നൃത്തവുമൊക്കെയുണ്ടെങ്കിലും സഹജീവികളോടുള്ള കരുണാർദ്രമായ നിലപാടുകളാണ് താമരശ്ശേരി സ്വദേശിയായ ഷാൻറൂപിനെ വേറിട്ട് നിർത്തുന്നത്. മറ്റുള്ളവർക്ക് വളരെ ചെറുത് എന്ന് തോന്നുന്ന പ്രവർത്തനങ്ങൾ പോലും ഒരാൾക്കെങ്കിലും ഗുണം ചെയ്യും എന്ന വിശ്വാസമാണ് ഷാൻറൂപിലെ പൊതുപ്രവർത്തകന് കരുത്തായുള്ളത്. സാമൂഹ്യ സേവനം എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ്. അതിനുള്ള നല്ലൊരു അവസരമാണ് ജയ്ഹിന്ദ് TV ഇന്ന് എനിക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. ഈ അവസരം ഞാൻ ഒരിക്കലും പാഴാക്കില്ല. ജലമറ്റ ഭൂമിയുടെ ഊഷരത മണ്ണിനോടിണങ്ങാനുള്ള പ്രകൃതിയുടെ അവസാന മുന്നറിയിപ്പാണെന്ന വീക്ഷണമാണ് ഷാൻറൂപ് പങ്കുവയ്ക്കുന്നത്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. ഈ സ്കൂളിലെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളുമാണ് എൻ്റെ ഉള്ളിലെ സാമൂഹ്യ പ്രവർത്തകനെ വളർത്തിയത്. ഗായകൻ, അഭിനേതാവ്, ചിത്രകാരൻ, കോളേജ് യൂണിയൻ ഭാരവാഹി എന്നീ നിലകളിൽ തിളങ്ങിയിട്ടുള്ള ഷാൻ പുതിയ ദൗത്യവുമായാണ് ഒഡീസിയ യുവതാരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ജലമൂറ്റിയും പച്ചപ്പറുത്തുമാറ്റിയും മണ്ണ് മലിനമാക്കിയും മനുഷ്യനോട് തന്നെ ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരായുള്ള പ്രവർത്തനമാണ് ഷാൻ ലക്ഷ്യമിടുന്നത്. ഇത് എൻ്റെ അമ്മയുടെ പേര് ശൈലജ. അമ്മ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഇത് അമ്മയുടെ അടുത്ത അനിയത്തി, പേര് ലീന, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. ഇത് രണ്ടും കുഞ്ഞമ്മയുടെ മക്കളാണ്. ഇത് കാവ്യ, ഇത് അഞ്ജു. ഇത് അമ്മയുടെ ഏറ്റവും ചെറിയ അനിയത്തിയുടെ മകളാണ്. എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ സൗദിയിൽ വർക്ക് ചെയ്യാണ്. ഇതാണ് എൻ്റെ ചെറിയ കുടുംബം. എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എല്ലാ പിന്തുണയും സപ്പോർട്ടും നൽകുന്നത്, ഏറ്റവും കൂടുതൽ നൽകുന്നത് എൻ്റെ ഈ കുടുംബമാണ്. നാളെയുടെ ഹരിതാഭമായ പ്രഭാതങ്ങൾക്ക് ഇന്നിന്റെ യുവത്വം വഴിതെളിക്കും. സ്കൂൾ, കോളേജ് തലങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാനും ഈ യുവാവിന് കഴിഞ്ഞിട്ടുണ്ട്.